തിരുവനന്തപുരത്ത് പണി തുടങ്ങി ബി.ജെ.പി. വട്ടിയൂർക്കാവ് എം.എൽ.എ. വി.കെ. പ്രശാന്തിന് കുടിയിറക്കൽ നോട്ടീസ് നൽകി കൗൺസിലർ ആർ. ശ്രീലേഖ. നഗരസഭയുടെ കെട്ടിടമാണെന്നും ഉടൻ ഒഴിയണമെന്നുമാണ് നോട്ടീസിൽ പറയുന്നത്. എന്നാൽ 10 മാസം കാലാവധി ബാക്കിയുണ്ടെന്നും ഒഴിയില്ലെന്നും വി.കെ. പ്രശാന്ത് വ്യക്തമാക്കി. വി. അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, അധികാരത്തിലേറിയപ്പോൾ തന്നെ ബി.ജെ.പി. നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. വി.കെ. പ്രശാന്ത് ആണെങ്കിൽ കെട്ടിടം ഒഴിയില്ല എന്നുള്ള മറുപടിയാണ് നൽകിയിരിക്കുന്നത്. എന്തായിരിക്കും ഇനി ബി.ജെ.പിയുടെ നീക്കം? അനുശ്രീ, വി.കെ. പ്രശാന്ത് എം.എൽ.എ. വട്ടിയൂർക്കാവ് എം.എൽ.എ. വി.കെ. പ്രശാന്തിന്റെ എം.എൽ.എ. ഓഫീസ് പ്രവർത്തിക്കുന്നത് ശാസ്തമംഗലത്തുള്ള കോർപ്പറേഷന്റെ നഗരസഭയുടെ കെട്ടിടത്തിലാണ്. വാടകയ്ക്കാണ് ആ കെട്ടിടം പ്രശാന്ത് എം.എൽ.എ. ഓഫീസായി ഉപയോഗിക്കുന്നത്. ആദ്യ തവണ എം.എൽ.എ. ആയത് മുതൽ അവിടെയാണ് പ്രശാന്തിന്റെ ഓഫീസ് ഉള്ളത്. അത് ഇപ്പോൾ ഒഴിയണമെന്നാണ് വാർഡ് കൗൺസിലർ ആർ. ശ്രീലേഖയുടെ ആവശ്യം. ശാസ്തമംഗലം വാർഡ് കൗൺസിലർ ശ്രീലേഖയുടെ ആവശ്യം. ശ്രീലേഖ ഇന്നലെ രാവിലെയാണ് പ്രശാന്തിനെ ഫോണിൽ വിളിച്ച് കെട്ടിടം ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടത്. അവിടെ കൗൺസിലർ ഓഫീസ് പ്രവർത്തിക്കേണ്ടതുണ്ട്. നേരത്തെ കൗൺസിലർ ഓഫീസ് അവിടെ തന്നെയാണ് പ്രവർത്തിച്ചത്. നേരത്തെ ബി.ജെ.പിയുടെ കൗൺസിലർ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോഴും മറ്റൊരു റൂമിൽ കൗൺസിലറിന്റെ ഓഫീസും എം.എൽ.എയുടെ ഓഫീസ് മറ്റൊരു മുറിയിലുമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇപ്പോൾ അത് ഒഴിയണമെന്നാണ് ശ്രീലേഖ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 10 മാസത്തെ കൂടി നൽകണമെന്ന് നേരത്തെ തന്നെ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിരുന്നു. 10 മാസം മുമ്പ് തന്നെ ഈ ടേം മുഴുവൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് പ്രശാന്ത് പറയുന്നു. അതുകൊണ്ട് തന്നെ ഒഴിയാൻ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളതാണ് പ്രശാന്തിന്റെ നിലപാട്. പക്ഷേ അത് ഒഴിഞ്ഞേ മതിയാകൂ എന്ന നിലപാടിൽ ശ്രീലേഖൻ തുടരുകയാണ്. അങ്ങനെയെങ്കിലും ഒഴിപ്പിക്കൂ എന്ന മറുപടിയാണ് പ്രശാന്ത് നൽകിയത്. ഏതായാലും നഗരസഭാ ഭരണത്തിൽ ബി.ജെ.പി. വന്ന് ആദ്യത്തെ പ്രധാനപ്പെട്ട നീക്കങ്ങളൊന്നായി ഇത് കാണേണ്ടതുണ്ട്. സ്ഥലം എം.എൽ.എയുടെ ഓഫീസ് തന്നെ ഒഴിപ്പിക്കാനാണ് കൗൺസിലർ ശ്രീലേഖയുടെ ശ്രമം. അരുൺ, അതുപോലെ ഇനിയും 10 മാസം കാലാവധി ബാക്കിയുണ്ടെന്ന് പറയുമ്പോൾ ഇനി ബി.ജെ.പിയുടെ നീക്കം അത് ശ്രദ്ധേയമായി മാറുകയല്ലേ? തീർച്ചയായിട്ടും. ഇനി നിയമസഭയുടെ കാലാവധി മെയ് വരെ ഉണ്ട്. ഒരുപക്ഷെ മാർച്ചോടുകൂടി ഇലക്ഷനിലേക്ക് പോയേക്കാം. ആ സമയം മാത്രയും തുടരാൻ ആവശ്യപ്പെട്ടാണ് നേരത്തെ പ്രശാന്ത് 10 മാസം മുമ്പ് തന്നെ നഗരസഭയ്ക്ക് കത്ത് നൽകിയത്. അനുവദിക്കുകയും ചെയ്തിരുന്നു. അത് പഴയ ഇടതുമുന്നണിയുടെ നഗരസഭാ കൗൺസിലാണ്. ഇപ്പോൾ പുതിയ കൗൺസിൽ വരുമ്പോൾ സ്വാഭാവികമായും ഒഴിയണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ തവണയും കൗൺസിലറുടെ ഓഫീസും ആ കെട്ടിടത്തിൽ തന്നെ കഴിഞ്ഞ കൗൺസിലും ബി.ജെ.പിയുടെ കൗൺസിൽ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴൊന്നും ഇല്ലാതൊരു പ്രശ്നമാണ് ഇപ്പോൾ ശ്രീലേഖ കൗൺസിലായ ശേഷം എം.എൽ.എയോട് ഓഫീസ് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നത്. ശരി, വി. അരുണാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.